പ്രധാനപ്പെട്ട വാർത്ത ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ഇന്ന് ശിക്ഷ വിധിക്കും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാണ് വിധി പറയുന്നത്. അപൂർവമായിട്ടുള്ള കേസായി കണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. എസ് വിനീഷ് വിവരങ്ങൾ നൽകും. വിനീഷ്, വലിയ തോതിൽ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണത്. എന്താണെങ്കിലും വന്ദന കൊലക്കേസിൽ നിന്ന് ശിക്ഷാവിധിയാണല്ലോ. എന്താണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ? തീർച്ചയായും എൽദോ, പ്രമാദമായ ഒരു കേസാണ്. ഡോക്ടർ വന്ദനദാസ് വധക്കേസിന്റെ പ്രതി സന്ദീപിനെ ഇന്ന് ശിക്ഷ വിധിക്കും. കഴിഞ്ഞ 17-ന് പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടിരുന്നു. തുടർന്നാണ് ഇതിന് ശിക്ഷ വിധിക്കാനായി 19-ലേക്ക് മാറ്റിയത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ പ്രഖ്യാപിക്കുക. കേസ് അപൂർവമായി കണ്ട് പരമാവധി ശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷൻ അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വന്ദനദാസിന്റെ മാതാപിതാക്കൾ നീതിക്കായി കാത്തിരിക്കുകയാണ്. കാരണം ഈ ശിക്ഷാവിധിക്ക് ശേഷമാകും അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം മാധ്യമങ്ങൾക്ക് നൽകുക. കഴിഞ്ഞ ദിവസം കോടതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കാണുകയും ചെയ്തിരുന്നു. 2013 മെയ് 10-നാണ് എൽദോ ഈ ഒരു കേസിനാസ്പദമായ സംഭവം തന്നെ ഉണ്ടാകുന്നത്. പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനദാസിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിക്ക് മാനസിക സ്ഥിരതയില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. വൈദ്യപരിശോധനയിൽ മാനസിക പ്രശ്നമില്ലെന്ന് തെളിഞ്ഞത് പ്രോസിക്യൂഷന് അത് കോടതിക്കാനായി അത് ഈ കേസിൽ വലിയൊരു നിർണായകമായി തന്നെ മാറി. അതുപോലെ തന്നെ പ്രകോപനമില്ലാതെ ആക്രമണം നടത്തിയതിന്റെ കാരണം കണ്ടെത്താൻ ഉള്ള അന്വേഷണവും എല്ലാം തന്നെ കേസിൽ വലിയ ഒരു നിർണായകമായ, അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ കൃത്യം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം വലിയ തെളിവായിട്ട് തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 22 തൊണ്ടിമുതലുകളും 207 രേഖകളും കോടതിയിൽ ഹാജരാക്കി. അതുപോലെ തന്നെ 70-ൽ പരം സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ഇവരെയെല്ലാം കൃത്യമായി വിസ്തരിച്ചു. അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർ ദൃക്സാക്ഷിയായിരുന്നു. ആംബുലൻസ് ഡ്രൈവറുടെ മൊഴിയും എല്ലാം വളരെ നിർണായകമായിരുന്നു. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകും. വിവരങ്ങളാണ് എസ് വിനീഷ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.